ഹായ് ഗായ്സ്, അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ നമുക്ക് കുറച്ച് ഹെയർ കെയർ മിസ്റ്റേക്കുകളെ പറ്റി നോക്കാം. നമ്മൾ നമ്മുടെ ഹെയറിൽ ചെയ്യുന്ന കുറച്ച് മിസ്റ്റേക്കുകൾ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. അതിന് തൊട്ട് മുന്നേ നമ്മുടെ ചാനൽ പുതിയതായിട്ട് ആരെങ്കിലും കണ്ടിട്ട് നമ്മുടെ വീഡിയോസ് ഒക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് നമ്മൾ പ്രോപ്പർ ആയിട്ട് തന്നെ നമ്മുടെ ഹെയറിലാണെന്നുണ്ടെങ്കിലും സ്കാൽപ്പിലാണെന്നുണ്ടെങ്കിലും ഓയിൽ മസാജ് ചെയ്യുക, അല്ലെന്നുണ്ടെങ്കിൽ ഓയിലിങ് ചെയ്യുക എന്നുള്ളത്. നമ്മുടെ സ്കാൽപ്പ് ഇപ്പോൾ ഭയങ്കരമായിട്ട് ഡ്രൈ ആയിട്ട് നമ്മുടെ ഹെയർ ഫുള്ള് ഫ്രിസിയും ഡ്രൈയും ഒക്കെ ആയിട്ട് ഒട്ടും മാനേജബിൾ ഒക്കെ അല്ലാത്ത രീതിയിലാണെന്നുണ്ടെങ്കിൽ നമ്മൾ നല്ല രീതിയിൽ തന്നെ നമ്മൾ ഓയിലിങ് പ്രോപ്പർ ആയിട്ട് തന്നെ ചെയ്ത് കൊടുക്കാനായിട്ട് നോക്കുക. നമ്മളിപ്പോൾ ആഴ്ചയിൽ 1-2 വട്ടം ഒക്കെ ഓയിലിങ് ചെയ്ത് നല്ലൊരു ഡീപ്പ് ഓയിലിംഗ് ഒക്കെ ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ നമ്മൾ മസ്റ്റ് ആയിട്ട് തന്നെ അത് സ്കിപ്പ് ചെയ്യാതെ തന്നെ ഓയിലിംഗ് ചെയ്ത് കൊടുക്കാനായിട്ട് നോക്കുക. നമ്മൾ ഓയിലിംഗ് ചെയ്യുമ്പോഴത്തേക്ക് നമ്മൾ കുറച്ച് ഹോട്ട് ഓയിൽ മസാജ് എന്ന് വെച്ചാൽ ഹോട്ട് ഓയിൽ ചെയ്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ചും കൂടെ നമ്മുടെ ബ്ലഡ് സർക്കുലേഷൻ ഒക്കെ ഇമ്പ്രൂവ് ആവാനും അതുവഴി നമുക്ക് ഹെയർ ഗ്രോത്ത് ഒക്കെ കൂട്ടിയെടുക്കാനും ഒക്കെ ആയിട്ട് സാധിക്കും. പിന്നെ നമ്മൾ ഓയിലിംഗ് ഒക്കെ കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ജസ്റ്റ് ഒന്ന് മസാജും കൂടെ ചെയ്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ തന്നെ ബ്ലഡ് സർക്കുലേഷൻ കൂടി ഹെയർ ഗ്രോത്തിന് നല്ലതാണ്. അതേപോലെ ഭയങ്കര ഡ്രൈനെസ് ഫ്രിസിനെസ് ആ ഒരു പ്രശ്നങ്ങളൊക്കെ നമുക്ക് മാറ്റിയെടുക്കാനും പറ്റും. അതുകൊണ്ട് തന്നെ നമ്മൾ പ്രോപ്പറായിട്ട് സ്കിപ്പ് ചെയ്യാതെ ചെയ്യേണ്ട ഒരു കാര്യമാണ് ഓയിൽ മസാജ് എന്ന് വെച്ചാൽ നമ്മൾ സ്കാൽപ്പിലാണെന്നുണ്ടെങ്കിലും ഹെയറിലാണെന്നുണ്ടെങ്കിലും അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഓയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാനായിട്ട് നോക്കാം. രണ്ടാമത്തെ മിസ്റ്റേക്ക് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഓയിലിംഗ് ചെയ്ത ഉടനെ തന്നെ നമ്മൾ പുറത്ത് വെയിലൊന്നും കൊള്ളാതിരിക്കുക. അതേപോലെ തന്നെ നമ്മൾ സ്കാൽപ്പ് ആണെങ്കിലും ഹെയർ ആണെന്നുണ്ടെങ്കിലും കോമ്പ് ചെയ്യാതിരിക്കുക. ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് നല്ല രീതിയിൽ തന്നെ ഹെയർ ഫാൾ ഉണ്ടാവാനായിട്ട് ചാൻസ് കൂടുതലാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ഓയിലിംഗ് ചെയ്തതിന്റെ ഉടനെ തന്നെ നമ്മൾ വെളിയിലോ വെയിലത്തോ ഒന്നും ഇറങ്ങാതിരിക്കുക. പിന്നെ നമുക്ക് കുറെ പൊടികളും കാര്യങ്ങളും ഒക്കെ നമ്മുടെ സ്കാൽപ്പിലാണെങ്കിലും ഹെയറിലൊക്കെ ആണെന്നുണ്ടെങ്കിലും വന്നിരിക്കാനായിട്ട് ചാൻസ് കൂടുതലാണ്. നമുക്ക് അതുവഴി താരന്റെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവാനായിട്ട് ചാൻസ് കൂടുതലാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ഓയിലിംഗ് ചെയ്താൽ തൊട്ട് ഉടനെ തന്നെ എന്ത് ചെയ്യരുത്, വെയിലത്തിറങ്ങുമോ നമ്മുടെ ഹെയർ കോമ്പ് ചെയ്യുമോ ഒന്നും ചെയ്യരുത്. മൂന്നാമത്തെ മിസ്റ്റേക്ക് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ആദ്യം തന്നെ നമ്മുടെ ഹെയറിന്റെ ടൈപ്പ് എന്താണോ അത് മനസ്സിലാക്കി വെക്കുക എന്നുള്ളതാണ് കേട്ടോ. നമുക്കിപ്പോൾ ഓയിലി ടൈപ്പ് ആയിട്ടുള്ള സ്കാൽപ്പ് ആണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഓയിലിന് വേണ്ടിയിട്ടല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു ഓയിലി ആയിട്ടുള്ള സ്കാൽപ്പിന് വേണ്ടിയിട്ടുള്ള ഷാംപൂസ് ആണെന്നുണ്ടെങ്കിലും കണ്ടീഷണർ ആണെന്നുണ്ടെങ്കിലും ഒക്കെ അത് യൂസ് ചെയ്യാനായിട്ട് നോക്കുക. ഡ്രൈ ആയിട്ടുള്ള സ്കാൽപ്പ് ഉള്ളവരാണെന്നുണ്ടെങ്കിൽ ഡ്രൈനെസ്സിനെ കൺട്രോൾ ചെയ്യാനും അതിന് ഹെൽപ്ഫുൾ ആയിട്ടുള്ള കാര്യങ്ങൾ യൂസ് ചെയ്യാനായിട്ട് നോക്കുക. ഇനി അടുത്തൊരു മിസ്റ്റേക്ക് എന്ന് വെച്ചാൽ നമ്മൾ പ്രോപ്പർ ആയിട്ട് തന്നെ നൈറ്റ് ഹെയർ സ്റ്റൈൽ ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുക. നമ്മളിപ്പം അഴിച്ചിട്ടുകൊണ്ടൊക്കെ നമ്മൾ കിടക്കുന്നവരാണെന്നുണ്ടെങ്കിൽ അത് ഒഴിവാക്കിയിട്ട് നന്നായിട്ട് തന്നെ ഹെയർ സ്റ്റൈൽ എന്ന് വെച്ചാൽ മുടിയൊക്കെ പിന്നി കെട്ടി വെച്ചിട്ട് നമ്മൾ കിടന്നുറങ്ങാൻ വേണ്ടിയിട്ട് നോക്കുക. നമ്മളിപ്പം പിന്നി കെട്ടുമോ നമ്മൾ ഏത് ഹെയർ സ്റ്റൈലാണോ ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മുടെ ഹെയറിന് ഒരു ബ്രീത്തബിൾ ആയിട്ടുള്ള എയർ സർക്കുലേഷൻ ഒക്കെ കിട്ടുന്ന രീതിയിൽ നമുക്ക് ഒട്ടും ടൈറ്റ് അല്ലാത്ത ഒട്ടും ലൂസ് അല്ലാത്ത രീതിയിൽ വേണം നമ്മൾ കെട്ടി വെക്കാൻ വേണ്ടിയിട്ട്. നമ്മളിപ്പോൾ ഒരുപാട് ടൈറ്റ് ആയിട്ട് നമ്മുടെ ഹെയർ കെട്ടി വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒട്ടും ബ്രീത്തബിൾ അല്ലായിരിക്കും. അതേപോലെ തന്നെ നമ്മുടെ ഹെയർ ഇങ്ങനെ വലിഞ്ഞ് പൊട്ടിപ്പോവാനും വലിയാനും ഒക്കെ ചാൻസ് കൂടുതലായിരിക്കും. അതുകൊണ്ട് തന്നെ നമ്മൾ എപ്പോഴും നമുക്ക് കംഫർട്ടായിട്ടുള്ള നമുക്ക് ഹെയറിനാണെന്നുണ്ടെങ്കിലും നമുക്കാണെന്നുണ്ടെങ്കിലും ഒരു തരത്തിലുള്ള ബുദ്ധിമുട്ടുണ്ടാവാത്ത രീതിയിലുള്ള ഹെയർ സ്റ്റൈൽ ചൂസ് ചെയ്യുന്നത് എപ്പോഴും നല്ലതായിരിക്കും. ഇനി അടുത്ത മിസ്റ്റേക്ക് എന്താണെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഭയങ്കരമായിട്ട് ഡ്രയർ അല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ ഹെയർ ഹീറ്റ് ചെയ്യാനും സ്മൂത്ത് ചെയ്യാനും സ്ട്രെയിറ്റ് ചെയ്യാനും ഒക്കെ ആയിട്ടുള്ള ഒരുപാട് ഹീറ്റിംഗ് പ്രോഡക്റ്റുകൾ നമ്മൾ നമ്മുടെ ഹെയറിൽ യൂസ് ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ അത് മാക്സിമം ഒഴിവാക്കാനായിട്ട് നോക്കുക. ഹീറ്റ് ഭയങ്കരമായിട്ട് നമ്മുടെ ഹെയറിനെ ഡാമേജ് ചെയ്യാനായിട്ട് ഒരുപാട് ചാൻസ് കൂടുതലാണ്. അതുകൊണ്ട് തന്നെ ഹീറ്റ് ഒക്കെ മാക്സിമം ഒഴിവാക്കുന്നതായിരിക്കും നമ്മുടെ ഹെയറിന് നല്ലത്. അതുകൊണ്ട് തന്നെ നമ്മൾ മാക്സിമം ഈ പറയുന്ന ഹീറ്റും കാര്യങ്ങളും ഒക്കെ നമ്മുടെ ഹെയറിൽ നിന്ന് ഒഴിവാക്കാനായിട്ട് നോക്കാം. ഇനി അടുത്തൊരു മിസ്റ്റേക്ക് എന്ന് വെച്ചാൽ നമ്മൾ ഷാമ്പു വാഷും കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ പ്രോപ്പർ ആയിട്ട് തന്നെ കണ്ടീഷണർ യൂസ് ചെയ്യാനായിട്ട് നോക്കാം കേട്ടോ. കണ്ടീഷണറൊക്കെ യൂസ് ചെയ്യുമ്പോഴത്തേക്ക് നമ്മുടെ ഹെയർ അല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ സ്കാൽപ്പിൽ നിന്നും ഏകദേശം ഒരു 2 ഇഞ്ച് വിട്ടിട്ട് വേണം നമുക്ക് എന്ത് ചെയ്യാൻ ഈ ഒരു കണ്ടീഷണർ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്. കൂടുതലും നമ്മൾ ഹെയറൊക്കെ ഇങ്ങനെ സ്കാൽപ്പിൽ നിന്ന് കുറച്ച് ഇങ്ങനെ മാറ്റി വെച്ചിട്ട് നമ്മുടെ ഹെയറിന്റെ ലെങ്തിലോട്ടൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നതായിരിക്കും നല്ലത്. ഒരിക്കലും ഈ പറയുന്ന കണ്ടീഷണറോ കാര്യങ്ങളോ ഒന്നും നമ്മൾ സ്കാൽപ്പിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാനായിട്ട് നോക്കരുത്. എപ്പോഴും നമ്മൾ കുറച്ചൊന്ന് അകലം പാലിച്ച് നമ്മുടെ സ്കാൽപ്പിൽ ഒട്ടും ആവാത്ത രീതിയിൽ വേണം നമ്മൾ എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഒരു പറയുന്ന കണ്ടീഷണറും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യാനും വാഷ് ചെയ്യാനും ഒക്കെ. ഇനി അടുത്ത നമ്മുടെ ലാസ്റ്റ് ടിപ്പ് എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഭയങ്കരമായിട്ട് ഡ്രൈ ആയിട്ടുള്ള ടവൽസ് അല്ലെന്നുണ്ടെങ്കിൽ ഭയങ്കര ഹാർഡായിട്ടും ഡ്രൈ ആയിട്ടുള്ള ടവൽസ് നമ്മൾ ഹെയർ വാഷ് ഒക്കെ കഴിഞ്ഞ് വരുമ്പോഴത്തേക്ക് ഭയങ്കര റഫായിട്ട് നമ്മുടെ ഹെയറിലിട്ട് ഇങ്ങനെ ഒരച്ച് വെള്ളമൊക്കെ കളയത്തില്ല. ആ ഒരു രീതി ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ഒഴിവാക്കാനായിട്ട് നോക്കാം.
നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ടവൽസ് മാത്രം നമ്മൾ ആഫ്റ്റർ ഹെയർ വാഷിൽ യൂസ് ചെയ്യാനായിട്ട് നോക്കാം. അപ്പൊ ഇന്നത്തെ ഈ ഒരു ഹെയർ കെയർ മിസ്റ്റേക്കുകളിൽ ഉൾപ്പെടുത്താൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ ഞാൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇനിയും കുറേ കാര്യങ്ങൾ കാണും. അപ്പൊ ഞാൻ നോക്കിയിട്ട് എനിക്ക് കുറച്ച് കാര്യങ്ങൾ അല്ലെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് നമുക്ക് ചെയ്യാൻ പറ്റുന്ന മാറ്റാൻ പറ്റുന്ന കുറച്ച് മിസ്റ്റേക്കുകളാണ് നമ്മൾ ഇന്ന് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ എല്ലാവരും മാക്സിമം നമ്മൾ ഇങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ അതൊക്കെ ഒഴിവാക്കുകയാണെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ തന്നെ ഹെയർ എന്ന് വെച്ചാൽ നല്ല രീതിയിൽ നമുക്ക് ഹെയർ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പൊ നമ്മൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പൊ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക കേട്ടോ. അപ്പൊ നമുക്ക് നെക്സ്റ്റ് ഒരു പുതിയ വീഡിയോയിൽ വീണ്ടും കാണാം.